അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇഡ്ഡലി തട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് ഓരോ മാതളങ്ങ വെച്ച് കൊടുക്കാം. ഇനി മാതളങ്ങ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അതോ സൈഡൊക്കെ വെടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. തൊട്ട് നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇത് നല്ല ചൂടാണ്. അപ്പൊ അതിന്റെ ചൂട് മാറാൻ വേണ്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരു ബൗളില് ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാം. കണ്ടില്ല, ഈസി ആയിട്ട് എൻ്റെ തൊലിയൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആവിയേറ്റി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി മാറ്റിയെടുക്കാൻ പറ്റും. ആ വെടിച്ച ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ ചൂടുണ്ട്. സാധാരണ ഇതിന്റെ തൊലിയൊക്കെ മാറ്റി അല്ലികളൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇങ്ങനെ ആവിയേറ്റ് നമ്മൾ ചെയ്തിട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തൊലിയും വിട്ട് വരും. അതുപോലെ തന്നെ അതിന്റെ അല്ലികൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിന്റെ ജ്യൂസ് എടുക്കണം. ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് അതിന്റെ ജ്യൂസ് മുഴുവനും എടുക്കാം. അപ്പൊ നമ്മളിത് വേവിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ ജ്യൂസൊക്കെ വീണ് കിട്ടും. മിക്സിയിലൊന്നും വെച്ച് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വെന്തിരിക്കുകയല്ലേ, അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിന്റെ ജ്യൂസ് കിട്ടും. അപ്പൊ ഇതുപോലെ പ്രസ് ചെയ്ത് അതിന്റെ ജ്യൂസ് മുഴുവനും എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മിക്സിയിലൊന്നും വെച്ച് അടിച്ച് ജ്യൂസ് എടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ ജ്യൂസ് നല്ല കട്ടിയായിരിക്കും. ഇതിലുള്ള എല്ലാ സത്തും ഇറങ്ങി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെ എടുക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ നല്ലതുപോലെ ഒന്ന് മുറുക്കി പിഴിഞ്ഞിട്ട് ജ്യൂസ് എടുത്താലും മതി. അപ്പോൾ അത് നല്ലതുപോലെ മുറുക്കി പ്രസ് ചെയ്ത് ജ്യൂസ് മുഴുവൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് ജ്യൂസ് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. നല്ല കുറുകിയ ജ്യൂസ് ഇതാ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കിട്ടില്ല. ഇതാവുമ്പോൾ നല്ല കട്ടിയുള്ള കുറുകിയ ജ്യൂസ് കിട്ടും. ഇനി ഇത് എത്ര കപ്പ് ഉണ്ടെന്ന് അളന്ന് നോക്കണം. എന്നാൽ മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മളെടുത്ത ജ്യൂസ് അളന്നൊഴിക്കാം. ഇപ്പം 250 ml കപ്പിന്റെ അളവിനാണ് ഞാൻ അളന്നെടുക്കുന്നത്. 2.5 കപ്പ് നല്ല കുറുകിയ ജ്യൂസാണ് ഇതാ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തത് കൊണ്ടാണ് നല്ല കുറുകിയിട്ടുള്ള ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കളർഫുള്ളായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന മാതള ജ്യൂസിന്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ അതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2.5 കപ്പ് ജ്യൂസിന്റെ അളവിലാണ് ഇതെല്ലാം ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കിയെടുത്ത ജ്യൂസ് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടായിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓണാക്കി കൊടുക്കാവൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. കുറുകി വരാറാകുന്ന സമയത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർക്കാം. കൂടി പോകരുത്. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം അത് കണ്ടില്ലേ, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് കട്ടകളെല്ലാം ഉടഞ്ഞ് മാറിക്കോളും. ഇതിക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 5-6 ഏലക്ക തല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.
ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. നമ്മളിതുപോലെ കുറുകി വരുന്ന സമയത്ത് കണ്ടില്ലേ കളറൊക്കെ മാറി കുറച്ചും കൂടെ ഡാർക്കായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയും ചേർക്കാം. നെയ്യിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പൊ കണ്ടില്ല നല്ല സ്മൂത്ത് ആയിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്, അടിക്കൊന്നും പിടിക്കാതെ. പാനിൽ നിന്ന് വിട്ട് ഉരുണ്ട് വരണം. ഈ ഒരു സമയം നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ബദാമോ അല്ലെങ്കിൽ കശുവണ്ടിയോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കശുവണ്ടിയും അതുപോലെ തന്നെ പംകിൻ സീഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേണം നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്ക് കിടക്കുമ്പോൾ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് ഇതിനെ റെഡിയായി കിട്ടും, ഒരു താമസവും ഇല്ല. ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിപ്പ് രസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. കൂടി പോരുത്, 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിവാക്കാം. ഇതുപോലെ കുറുകിന്ന് വെച്ചിട്ട് റെഡിയായെന്ന് കരുതരുത്. പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയം ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ റെഡിയായി കിട്ടും. അപ്പോൾ അതാ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും മതി. സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന് പകരം വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് കുറച്ച് നട്ട്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, വേണം നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ള എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കിയത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് തടവിയ ഒരു സ്പൂൺ വെച്ചിട്ട് ഉടനെ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ ലെവൽ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി പോകും. ഇതുപോലെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത് നല്ല ചൂടാണ്, ഇതിന്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറണം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ കണ്ടില്ല അടിപൊളിയായിട്ട് ഇത് വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ മാതളങ്ങ വെച്ചിട്ടുള്ള ഹൽവ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്